പല നിറങ്ങളിൽ മുത്തുകളുള്ള മാല കാണിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗമേതാണ്? ചുവപ്പ്, പച്ച, മഞ്ഞ, വലിയ മുത്ത് എന്നൊക്കെ പലരും ഉത്തരം പറഞ്ഞു. ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പെട്ടെന്ന് കാണാത്ത അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ള നൂലാണ്. കാരണം ഈ നൂലില്ലാതെ ഈ മുത്തുകൾക്ക് നിലനിൽപ്പില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവും ദീനി വിദ്യാഭ്യാസവും എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു മുത്തുമാലയിലെ നൂലിനെ പോലെയാണ്. അതിലെ മുത്തുകളാണ് നമ്മൾ ആർജിച്ചെടുക്കുന്ന SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ ഭൗതിക പഠനങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്രസ പഠനമില്ലാതെ, ദീനീ പഠനമില്ലാതെ കേവലം ഭൗതിക പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ തിരുലോകത്തും ഒന്നും നേടാൻ കഴിയില്ല. ഒരു പക്ഷേ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞാലും. കാരണം ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതു തരത്തിലാണ് അവൻ്റെ ജീവിത രീതി കടന്നു പോകേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ മദ്രസ പഠനവും അതുപോലെ തന്നെ ദീനി വിദ്യാഭ്യാസവും എന്ന് പറയുന്നത്. അത് വേണ്ടതുപോലെ മക്കൾക്ക് നൽകാനായില്ലെങ്കിൽ ദീനില്ലാത്തവരായി, ദീനിൽ അറിയേണ്ട പല കാര്യങ്ങളും അറിയാത്തവരായി മക്കൾ വളരാൻ സാധ്യതയുണ്ട്. ഇന്ന് പലയിടങ്ങളിലും കാണുന്ന ചില അവസ്ഥകൾ, വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പലരും മദ്രസ നിർത്തിക്കൊണ്ട് കേവലം ഭൗതിക പഠനത്തിലേക്ക് മാത്രം കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് മക്കളെ തള്ളിവിടാതെ ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ നൽകിക്കൊണ്ട് നല്ലൊരു ഭാവി അവർക്ക് വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളായി നമ്മളെ മക്കളെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.